ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇറച്ചിപ്പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബീഫ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് ചിക്കൻ വെച്ചോ മട്ടൺ വെച്ചോ ഒക്കെ ഇത് ഉണ്ടാക്കുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ. അപ്പോൾ നമുക്ക് ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാനുള്ള ബീഫാണിത്. ഇതാദ്യം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ബീഫ് ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ബീഫിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ചെറിയ ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങനീര് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ബീഫ് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരിയോ നാരങ്ങനീരോ ഒക്കെ നമ്മൾ ചേർക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടെ കൈകൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ബീഫ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ ബീഫ് കുക്കായിട്ട് കിട്ടും. കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുക്കർ സ്റ്റവിൽ വെച്ച് ബീഫ് പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ബീഫ് കുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ബീഫ് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ബീഫ് പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു കഷ്ണം ബീഫ് എടുത്ത് കയ്യിൽ വെച്ച് നോക്കാം. ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കുറേശ്ശെയായിട്ടൊന്ന് അടിച്ചെടുക്കണം. കൂടുതൽ അരഞ്ഞു പോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ബീഫ് മസാല ഉണ്ടാക്കാനായി ഒരു കടായി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായുമ്പോഴേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാള എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ചേർത്താൽ മതി. വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പാനൊന്ന് മൂടി 2 മിനിറ്റ് വെക്കാം. 3 മിനിറ്റ് കഴിഞ്ഞ് പാൻ്റെ മൂടിയെല്ലാം മാറ്റി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. മസാല മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച ബീഫാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് ബീഫ് ചിലപ്പോൾ കട്ട പോലെയൊക്കെ ഇരിക്കും. അതിലൊന്ന് സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ബീഫിൽ മസാല എല്ലാം ഒന്ന് നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ തളിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ബീഫിലുള്ള വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ ഫ്രൈ ആയി പോകരുത്. ഈ ഒരു പാകത്തിലെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി പുട്ടിനുള്ള പൊടി ഒന്ന് നനച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാക്കറ്റിൽ കിട്ടുന്ന പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. ഈ പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കി നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 കപ്പ് പൊടിക്ക് നമ്മൾ 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. തുടക്കക്കാർക്കും ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുട്ടുപൊടിയാണിത്. ഇനി ബൗളിലേക്ക് 1.5 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം കയ്യിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ചെറിയ ജീരകം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം തന്നെ ചേർത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്.
പൊൻകതിറിൻ്റെ പുട്ടുപൊടി ആയതുകൊണ്ടാണ് 1.5 കപ്പ് പൊടിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ചില പൊടിക്ക് അത്രയൊന്നും വെള്ളം ചേർക്കേണ്ടി വരില്ല. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിയുടെ പാകം നോക്കി വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പൊടിയിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം കൂടിയതുപോലെ തോന്നും, കുറച്ച് ലൂസ് പോലെ തോന്നും. അത് കുഴപ്പമില്ല. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും പൊടി പുട്ടിൻ്റെ പാകത്തിനായിട്ട് വരും. പൊടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് പാൻ്റെ മൂടി മാറ്റിയിട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരവി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തേങ്ങ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ പുട്ടുപൊടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ടാക്കാനായിട്ട് പുട്ടുകുറ്റിയിലേക്ക് അതിൻ്റെ ചില്ലി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയിട്ട് കൊടുക്കണം. തേങ്ങ ചിരവിയതിൻ്റെ മുകളിലേക്ക് 3 ടേബിൾ സ്പൂൺ പുട്ടുപൊടി നനച്ചത് ഇട്ട് കൊടുക്കാം. പുട്ടുപൊടിയുടെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. ബീഫ് മസാല ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. എന്നാൽ കൂടുതൽ പ്രസ് ചെയ്ത് വെക്കരുത്. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് 3 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കണം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പുട്ടുകുറ്റി നിറയാറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുട്ട് മിക്സ് ഇട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് തേങ്ങാ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി പുട്ടുകുറ്റി അതിൻ്റെ മൂടി വെച്ച് മൂടി കൊടുക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് പ്രഷർ കുക്കറിൽ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലുള്ള വെള്ളം തിളച്ച് സേഫ്റ്റി വാൽവിലൂടെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സേഫ്റ്റി വാൽവിലേക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. പുട്ടുകുറ്റി വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ നല്ലൊരു സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റീം വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. സ്റ്റീം വന്നു കഴിഞ്ഞ് 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ മുകളിൽ നിന്ന് പുട്ടുകുറ്റി എടുക്കാം. ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലുള്ള പുട്ടുകുറ്റിയിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലെയറായിട്ട് പുട്ടുപൊടിയും ബീഫ് മിക്സും ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. റെഡിയായ പുട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. റെഡിയായ ചിരട്ടപ്പുട്ട് കൂടെ പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസി, നല്ല ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. പപ്പടം കൂടെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്